ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മോന് ഉച്ചയാകാൻ നേരത്ത് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു. അപ്പം ബൂസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോയോ, എന്നാൽ നമുക്ക് ഷേക്ക് അടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പോയി ബൂസ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ അത് ആൾ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മളുടെ പാലെടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ പോയപ്പോഴാണ് ഇത് എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. ഇത് ഉണ്ടാക്കാനുള്ള മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നോമ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ബജി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായി. അതിൻ്റെ ബാലൻസ് ഫ്രിഡ്ജിലിരിക്കുന്ന കുറച്ച് ദിവസമായിട്ടുണ്ട്. അത് സത്യത്തിൽ എനിക്ക് മാവ് ഞാൻ കൂട്ടിയത് മാറിപ്പോയതാണ്. അതായത് നമ്മൾ ഉള്ളിവടക്ക് വേണ്ടിയിട്ട് നമുക്ക് കടലമാവാണല്ലോ യൂസ് ചെയ്യുക. അതിന് പകരം ഞാൻ മാറിപ്പോയിട്ട് ഉഴുന്നിൻ്റെ പൊടി ഇരിപ്പുണ്ടായി ഫ്രിഡ്ജിൽ. അതാണ് ഞാൻ ചേർത്ത് കുഴച്ചത് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസം തോന്നിയിട്ടുണ്ടായില്ല. അവസാനം കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പശപശപ്പ് ഭയങ്കര കൂടുതൽ തോന്നി. അങ്ങനെയാണ് എനിക്കിത് മാവ് മാറിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലായത് കേട്ടോ. സംഗതി എന്തായാലും ഉണ്ടാക്കി വന്നപ്പോൾ ഉള്ളി ബജിനെക്കാട്ടി അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ആ മാവ് കളയണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഉള്ളി ബജി ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോന് ഷേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബിസ്ക്കറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. റോബസ്റ്റ് പഴമാണ് നമ്മളെ കയ്യിലുണ്ടായത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടി കുറച്ച് നട്ട്സും ഡേറ്റ്സൊക്കെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പേരല്ല, 1-2 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായി മോൻ്റെ ഹെയർ കട്ടിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോന്നും. അത് വേറെ ഒന്നുമില്ല, അപ്പാച്ചി കട്ട് എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പേരൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. മുടിയൊക്കെയാണ് കൊണ്ടുപോയി വെട്ടിക്കൽ കേട്ടോ. മോൻ്റെ ഹെയർ കട്ട് എന്ന് പറയുന്നത് ഓൾറെഡി അവനക്ക് ബാക്കിൽ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് മുടിക്ക്. അപ്പം വെട്ടിക്കഴിഞ്ഞാലും നല്ല സെറ്റായിട്ട് നിന്നോളും. അത് കാരണം കൊണ്ട് നമുക്ക് ആ ഒരു മോഡലായിട്ട് തോന്നുന്നതായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഈ ഒരു ഹെയർ കട്ടിൻ്റെ പേര് എനിക്കറിയില്ലെങ്കിലും ഇത് കണ്ട ആൾക്കാർക്ക് ഏറെക്കുറെ എനിക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെട്ടിയ സമയത്ത് എനിക്കറിയില്ല ഇതിൻ്റെ പേര് ഇന്നതാണെന്നൊന്നും. നമ്മൾ ഇപ്പം ഇപ്രാവശ്യം മുടി വെട്ടിച്ചപ്പോഴും ഞാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ കുറച്ച് മോഡൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ഹിന്ദിക്കാരൻ ചേട്ടനാണ് ഇത് വെട്ടി തന്നത് കേട്ടോ. അപ്പം ആൾ കുറച്ച് ഫോട്ടോസ് കാണിച്ച് ഏത് മോഡൽ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കാണിച്ചു കൊടുത്ത് അങ്ങനെ വെട്ടിച്ചതാണ്. വാപ്പച്ചിയും മോനും കൂടെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അതിൽ എനിക്ക് പങ്കില്ല. സംഭവം എന്തായാലും വന്നപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മുടി അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു മോഡലൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പം മുകൾ ഭാഗത്തൊക്കെ മുടി ഇങ്ങനെ നീണ്ടു വന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് കിടക്കും. അപ്പം അതാണ് മോൻ്റെ മുടീനെ പറ്റി പറയാൻ പറഞ്ഞത്. ഇതൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അവൻ്റെ മുടീനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മളുടെ ഷേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മോന് അതിൻ്റെ ഇടയ്ക്ക് പാലൊക്കെ എടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഇഷ്ടത്തിന് വേറെ കുറച്ച് സിറപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളുടെ പിസ്താഷ്യോൻ്റെ സിറപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടായിരുന്നു. അതും കൂടെ ചേർക്കണമെന്ന് പറഞ്ഞ് കുറേ വാശി പിടിച്ച് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അത് കുടിക്കുന്ന വീഡിയോ ഒന്നും ശരിക്കും പറഞ്ഞിട്ട് ഇത് മിസ്സായി പോയി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിച്ചണിൽ ഉച്ചക്കത്തേക്കുള്ള കുറച്ച് കറീൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തനും പയറുമാണ് ആക്കിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാനിതിന് മുന്നിട്ടിട്ടുള്ള ഒരു ലോങ് വീഡിയോൻ്റെ ഇടയിൽ കുറച്ച് പേർക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി എൻ്റെ സ്ലാങ് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിതൊക്കെ തിരുത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.